ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രേമയെ ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനിരുദ്ധ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അനന്യക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അനന്യയാണെങ്കിൽ അനിരുദ്ധ നിർത്ത്, എന്റെ അമ്മയെ അനാവശ്യം പറഞ്ഞു പോകരുത് എന്നൊക്കെ ഭയങ്കര രീതിയിൽ അനന്യ അവിടെ സംസാരിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അനിരുദ്ധാണെങ്കിൽ ഓഹോ, അപ്പൊ നിന്റെ അമ്മയെ നീ ന്യായീകരിച്ച് പറയാണല്ലേ, നിർത്തിക്കോ അനന്യെ, ഇനി മുതല് നമ്മളുടെ ഈ ജീവിതം വേണ്ട, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പടിയിറങ്ങുകയാണ് ഇവിടുന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അനന്യ ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. സമാധാനായല്ലോ, നിനക്ക് സമാധാനായല്ലോ, ഇതാണ് നിന്റെ മനസ്സിൽ ആഗ്രഹമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നീ ഇപ്പൊ നിന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. എൻ്റെ മനസ്സിലെ സങ്കടങ്ങളും വികാരങ്ങളും നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അനന്യ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിന്റെ അമ്മ പറയുന്ന പോലെ, നിന്റെ ഈ മെനകെട്ട അമ്മ പറയുന്ന പോലെ തന്നെ നീ കേട്ടോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് അവിടെ നിന്ന് റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും പ്രേമയാണെങ്കിൽ ആഹാ, ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. ഏതായാലും അനിരുദ്ധും അനന്യയും പിരിയും. അപ്പൊ അനന്യയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും വിഷു ആണെങ്കിൽ പ്രേമയോട്, നമ്മൾ ചെയ്തത് വളരെയേറെ തെറ്റായി പോയല്ലോ, ദേ കണ്ടില്ലേ, ദേ നമ്മളുടെ മോളുടെ അവസ്ഥ ഇങ്ങനെയായി പോയില്ലേ, എന്തവസ്ഥ, അവള് രക്ഷപ്പെട്ടു. കാരണം അനിരുദ്ധ് അവളെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു ചെറിയ പ്രശ്നത്തോടു കൂടി തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണല്ലോ നമ്മുടെ മോൾക്ക് കിട്ടാൻ പോകുന്നത്. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരും അവിടെ നിന്ന് പോവുകയാണ്. അനന്യാണെങ്കിൽ കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു രക്ഷയില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ്. സുമിത്രയാണെങ്കിൽ അതിലേറെ സങ്കടമായിട്ട് വന്ന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര കരച്ചില്. അപ്പൊ സരസ്വതി അമ്മ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, സുമിത്രേ എന്തായി? അല്ല, നിന്റെ ആങ്ങളെന്ന് പറഞ്ഞ് നിനക്ക് മകനെ പോലെ ആയിരുന്നില്ലേ, ഇപ്പൊ എന്ത് കിട്ടി? നിന്റെ ആങ്ങളെ തന്നെ നിന്റെ നെഞ്ചത്തിട്ട് കുത്തിയില്ലേ? ഇതാ പറയുന്നത്. ഞാൻ പല പ്രാവശ്യം അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിന്റെ കുടുംബക്കാരെ കുറിച്ച് പറയുന്നൊന്നും നിനക്ക് ഇഷ്ടമല്ലല്ലോ സുമിത്രേ. ഇപ്പോ അവരുടെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടിയല്ലോ, അല്ലെങ്കിലും നിനക്കിത് കിട്ടേണ്ടത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് വരുന്നത്. അപ്പോൾ സരസ്വതി അമ്മ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സുമിത്രയെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ നിർത്തമ്മേ, നിർത്ത്, അമ്മയും മോശക്കാരിയൊന്നും അല്ലല്ലോ. കാരണം അമ്മയെ ഒരുപാട് സുമിത്രയെ ഇങ്ങനെ കുത്തി വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ കൂടുതൽ പറയുന്നത്? ഇപ്പോഴും അമ്മ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്ന് നിർത്തിക്കൂടെ ഇനിയെങ്കിലും. ഇത് കേട്ട സരസ്വതി അമ്മയാണെങ്കിൽ, പിന്നെ നീ പണ്ട് നല്ല വാക്കുകളാണല്ലോ സുമിത്രയോട് പറഞ്ഞത്, എന്നിട്ടിപ്പോൾ അവൻ വന്ന് ഡയലോഗ് അടിക്കുന്നു. അമ്മേ നിർത്തമ്മേ, അല്ലെങ്കിലേ വല്ലാത്തൊരു സങ്കടത്തിൽ നിൽക്കുകയാണ് സുമിത്ര. അതിനിടയിൽ കയറി അമ്മ ഇങ്ങനെയും കൊടുത്ത് പറയല്ലേ. ആങ്ങളയെ അവൾ ഒരുപാട് സ്നേഹിച്ചു, പക്ഷേ ആങ്ങളുടെ കയ്യിൽ നിന്നും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും സുമിത്ര വിചാരിച്ചില്ല. അതുകൊണ്ടാണ് സുമിത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതിനിടയിൽ കയറി അമ്മ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയ്ക്ക് അതിൽ കൂടുതൽ സങ്കടവും. ദേ സിദ്ധു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവള് എപ്പോഴും അവളുടെ ആങ്ങളയെ പുകഴ്ത്തി പറയുകയായിരുന്നല്ലോ അവളുടെ ജോലി. ഇപ്പൊ അവൾക്ക് ശരിക്കും അങ്ങോട്ട് കിട്ടിയില്ലേ, ആങ്ങളുടെ തനി സ്വഭാവം മനസ്സിലാക്കിയില്ലേ. അമ്മ എണീറ്റ് പോയിക്കട്ടെ, ഇനിയും കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, സുമിത്രയുടെ മനസ്സ് വേദനിപ്പിക്കണ്ട, ഇങ്ങനെ സിദ്ധാർത്ഥ് പറയുകയാണ്. അപ്പൊ ഇത് കേട്ട സരസ്വതി അമ്മയാണെങ്കിൽ, അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ, ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്നും പറഞ്ഞ് സരസ്വതി അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് സുമിത്രയുടെ അരികത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ സുമിത്ര എടുത്ത് നമുക്ക് അറിയല്ലേ, താനിങ്ങനെ സങ്കടപ്പെടല്ലേടോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ, സിദ്ധാർത്ഥെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു, കാരണം അവനിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എടോ, താൻ ഇതിനേക്കാളും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടില്ലേ, എന്തോരം കുത്തുവാക്കുകളെല്ലാം കേട്ടിട്ടുണ്ട്, എന്നിട്ട് താൻ അതെല്ലാം തരണം ചെയ്തല്ലേ ജീവിച്ചത്. അപ്പൊ പിന്നെ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്താണ് കാര്യം? ദീപുവിന് അങ്ങനെ പറയണമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞു, അത് തീർന്നു. ഇനിയിപ്പോ ആ കാര്യത്തെക്കുറിച്ച് വിചാരിച്ച് മനസ്സ് വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നും സിദ്ധാർത്ഥ് പറയുകയാണ്. അപ്പൊ ഇത് കേട്ട സുമിത്രയാണെങ്കിൽ, സിദ്ധാർത്ഥെ നിങ്ങൾ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്, ഇതിനേക്കാളും കൂടുതൽ വേദനകളെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെ എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചല്ലോ
ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം സംസാരിച്ചല്ലോ എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുവേ മനസ്സിലാകെ പൊള്ളുന്നു. എന്റെ മകനെ പോലെ സ്നേഹിച്ചതാണ് ഞാൻ അവനെ. അവന്റെ ഒന്നും മനസ്സ് വേദനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസവാക്കുമായിട്ട് ചെല്ലുന്നതാണ് ഞാൻ. പക്ഷേ എന്നെ തന്നെ അവൻ ഇല്ലാതാക്കി കളഞ്ഞൊരവസ്ഥയിലല്ലേ അവൻ കിടന്നു പെരുമാറിയത്. അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ സങ്കടം എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ പറഞ്ഞതൊന്നും എന്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല സിദ്ധാർത്ഥെ എന്ന് പറയാണ്. സാരമില്ലടോ, സാരമില്ല. അങ്ങനെ തന്റെ അനിയന് പറ്റിപ്പോയി. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ദീപു പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തണ്ടേ. എന്തുകൊണ്ടായാലും പക്ഷെ അവൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. സ്വന്തം ചേച്ചിയെക്കുറിച്ച് ആലോചിച്ചില്ലല്ലോ. അതിന് മാത്രം അവനോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? താനും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചിലപ്പോൾ അവന്റെ സാഹചര്യമായിരിക്കും അവനെ കൊണ്ട് അങ്ങനെയെല്ലാം പറയിപ്പിച്ചത്. പക്ഷേ അത് നമുക്ക് കണ്ടെത്തണം സുമിത്രേ. എന്തുകൊണ്ടാണ് ദീപു അങ്ങനെ പറയാനുള്ള കാരണമെന്ന് നമ്മൾ കണ്ടെത്തണം. തന്നോടൊപ്പം അത് കണ്ടെത്താൻ ഞാനും കൂടെ ഉണ്ടാകും എന്നിങ്ങനെ സിദ്ധാർത്ഥ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് പിന്നീടൊന്നും പറയാനായിട്ടുണ്ടായില്ല. സുമിത്ര അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ സങ്കടവും വരികയാണ്. പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധ് ബാഗെല്ലാം പാക്ക് ചെയ്യാണ്. അപ്പൊ പാക്ക് ചെയ്തപ്പോ സ്വരമോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വരമോളോട്, മോളെ ദേ എന്തെങ്ങനെ നോക്കുന്നത്, ഒരുങ്ങണില്ലേ, നമുക്ക് പോകണ്ടേ? അല്ല അച്ഛാ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? ആഹാ, എങ്ങോട്ടാ പോണേന്ന് അറിയണോ? എനിക്കറിയണം. എങ്ങോട്ടാ പോകുന്നത്? നമ്മളെ അച്ഛമ്മയെ കാണാനായിട്ട് പോവുകയാണ്. അച്ഛമ്മയെ കാണാനായിട്ടോ? അതെ, അച്ഛമ്മയെ കാണാനായിട്ട് പോവുകയാണ്. എന്താ മോൾക്ക് അച്ഛമ്മയെ കാണാൻ ഇഷ്ടമല്ലേ? എനിക്കിഷ്ടം. എന്റെ അച്ഛമ്മയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അച്ഛമ്മയെ കാണാനെ ഭയങ്കര ഇഷ്ടമാണ് എന്നിങ്ങനെ പറയാണ്. എങ്കിലേ മോള് പെട്ടെന്ന് പോ, എന്നിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വാ, നമുക്ക് പോകാം. അല്ല, നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ വരുന്നത്? നാളെ തന്നെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നാളെ ഒന്നും വരൂല, നമ്മൾ കുറച്ച് ദിവസം അച്ഛമ്മയുടെ കൂടെ താമസിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത് എന്ന് കൊച്ചിനോട് പറയാണ്. ആണോ, കുറച്ച് ദിവസം നമ്മൾ താമസിക്കോ? അപ്പോഴേക്കും നമ്മുടെ അനന്യ വരികയാണ് അങ്ങോട്ടേക്ക്. അപ്പൊ അനന്യ അനിരുദ്ധിനോട് ചോദിക്കുകയാണ്, ഓഹോ, അപ്പൊ എല്ലാം തീരുമാനിച്ചില്ലേ അനിരുദ്ധേ? മോളെയും കൊണ്ട് പോകാനായിട്ട് തീരുമാനിച്ചല്ലേ? അതെ, എന്റെ മോളെയും കൊണ്ട് ഞാൻ പോകും. നിനക്ക് ഇവിടെ നിൽക്കുന്നതല്ലേ ഇഷ്ടം, അതുകൊണ്ട് ഇവിടെ നിന്നോ, ഞാനും കൊച്ചും കൂടി പോയിട്ട് വരാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വരമോളാണെങ്കിൽ, ഡാഡി നമ്മൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ, അപ്പൊ മമ്മി വരുന്നില്ലേ? അത് പിന്നെ മമ്മിക്ക് ഇവിടെ ചെയ്തു തീർക്കാനുള്ള ചില ജോലികളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ചെയ്തു തീർത്തിട്ടെ മമ്മി വരുള്ളൂ. നമുക്ക് ഏതായാലും ഇപ്പൊ പോകാം, എന്നിട്ട് മമ്മി പതിയെ അങ്ങോട്ട് വരട്ടെ. അതായിരിക്കും നല്ലത് അല്ലേ സ്വരമോളെ? അതല്ലേ നല്ലത്? അതന്നെ നല്ലത്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യക്ക് ആകെ സങ്കടം വരികയാണ്. അപ്പൊ അനന്യ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അതെ, ഇനിയും ആലോചിച്ച് നിൽക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. ശരി ഡാഡി, എങ്കിൽ പിന്നെ ഞാൻ പോയി ഉടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥ് സത്യനോട് സുമിത്രയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. സത്യ, എന്നാലും സുമിത്രയുടെ മനസ്സിലെ വല്ലാത്ത സങ്കടമുണ്ട്. ഇന്ന് അവൾ എന്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞു. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഒരാശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക്. ഞാൻ സുമിത്രയുടെ അരികിൽ പോയിരുന്നുകൊണ്ടാണ് സുമിത്രയെ ആശ്വാസപ്പെടുത്തിയത്. പക്ഷേ സുമിത്ര എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ലടോ. ഞാൻ അരികത്തിരുന്ന് അവളെ ആശ്വാസപ്പെടുത്തിയപ്പോഴും അവളുടെ മനസ്സിലെ സങ്കടങ്ങൾ മുഴുവനും എന്നോട് പറയാനുണ്ടായത്. അപ്പൊ എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവള് എന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സത്യന് ആകെ സന്തോഷം തോന്നിക്കുകയാണ്. അപ്പൊ സാറ് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലേ? അപ്പോ സുമിത്രയെ വീണ്ടും കല്യാണം കഴിക്കോ സാറേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന് കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലടോ. ഞങ്ങൾ നേരത്തെ കല്യാണം കഴിച്ചല്ലേ, പിന്നെ എന്തിനാണ് ഒരു കല്യാണം? കൂടെ ജീവിച്ച മാത്രം മതിയടോ എന്നൊക്കെ ഇങ്ങനെ സിദ്ധാർത്ഥന്റെ മനസ്സിലിരിപ്പ് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സരസ്വതിയമ്മ പറയണ, കൊള്ളാലോ, നിന്റെ മനസ്സിലിരിപ്പൊക്കെ കൊള്ളാം, അതേതായാലും നന്നായി. പക്ഷേ സുമിത്രയുടെ അരികിൽ നീ ഇരുന്ന് സംസാരിച്ചെന്ന് വിചാരിച്ച് അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. സുമിത്രയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം സിദ്ധു. ഇത് കേട്ട സിദ്ധാർത്ഥാണെങ്കിൽ ഒന്ന് പോമ്മേ, അമ്മയ്ക്ക് എന്തറിയാം? അവളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ട്. എന്റെ സാമീപ്യം അവൾ നന്നായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷത്തില് അവള് നന്നായിട്ട് തന്നെ എന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് അവൾക്ക് എന്നോട് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് സുമിത്ര ഒന്നും മിണ്ടാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അവൾ എപ്പോഴേ എന്നെ ആട്ടിപ്പായിച്ചാനായിരുന്നു.
അങ്ങനെയൊന്നും നടന്നില്ലല്ലോ. അവള് എന്റെ കൂടെ തന്നെ ഇരുന്നില്ലേ, എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ? അതൊക്കെ ഒന്ന് നോക്കമ്മേ. ആ, നീ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മേ, എല്ലാം ഒന്ന് കഴിയട്ടെ. ഇവിടെ തന്നെ അമ്മയോടൊത്തും സുമിത്രയോടൊപ്പം മക്കളോടൊത്തും ഈ നാട്ടിൽ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി അങ്ങോട്ടൊന്നും പോകണമെന്നോ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. പിന്നെ ശ്രീനിലയം, അത് ശ്രീനിലയം പിടിച്ചെടുക്കണം. ഏത് മുഖേനയും ശ്രീനിലയം പിടിച്ചെടുക്കണം. അപ്പോഴാണ് സുമിത്ര ആ വഴി പോകുന്നത്. ഇവരെന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെ സുമിത്ര ആ ജനലിന്റെ അരികെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സിദ്ധാർത്ഥ് ശ്രീനിലയത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതമ്മേ, ശ്രീനിലയത്തിൽ ആ പഴയ സന്തോഷം വരണം. എല്ലാവരുടെ അടുത്ത് സന്തോഷത്തോടെ ജീവിക്കണം. സുമിത്രയും ഞാനും മക്കളും അമ്മയും എല്ലാവരുടെ അടുത്ത് സന്തോഷത്തോടെ ജീവിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ, ആ നീ പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്, നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ സുമിത്രയെ അവിടെ ജീവിക്കണമെന്ന് സുമിത്ര മനസ്സുകൊണ്ട് കരുതണ്ടേ? അവള് പറയോ അമ്മേ? അവളത് ആഗ്രഹിക്കുന്നുണ്ട്. സുമിത്ര പറയും ശ്രീനിലയത്തിൽ എല്ലാവരും കൂടി ജീവിക്കണമെന്ന്. സുമിത്ര എന്നോടത്ത് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് സിദ്ധാർത്ഥ് പറയുകയാണ്. അപ്പൊ ഇത് കേട്ട് സുമിത്ര ആകെ ഞെട്ടി നിൽക്കുകയാണ്. ദൈവം, ഇവരിത് എന്തൊക്കെയാണ് പറയുന്നത്? സുമിത്രയ്ക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ നാണം കെട്ടൊരു അവസ്ഥയിൽ നാണക്കേടായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീടൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവാതെ സുമിത്ര അവിടെ നിന്ന് നീങ്ങി പോവുകയാണ്. സിദ്ധാർത്ഥും സരസ്വതിയമ്മയും സത്യനൊക്കെ ഭയങ്കര സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയില്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യയാണ്. അപ്പൊ അനന്യയാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഭയങ്കര കരച്ചില്. അപ്പോ വിഷു അങ്ങോട്ട് വരികയാണ്. അപ്പൊ വിഷു അങ്ങോട്ട് വന്നിട്ട്, മോളെ നീ ഇങ്ങനെ കരയല്ലേ, ദേ എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാലോ. എന്ത് പരിഹാരം ഉണ്ടാക്കാനായിട്ട്? എന്താ പരിഹാരം ഉണ്ടാക്കേണ്ടത്? നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം എന്റെ ജീവിതമാണ് തകർന്നു പോയത്. എന്റെ ജീവിതം തകർന്ന് തരിപ്പണമായില്ലേ? അൻ്റത് നിങ്ങൾ പറഞ്ഞ കള്ളത്തില് ദേ അൻ്റത് ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയല്ലേ. ഇനി അവൻ എൻ്റെ മോളെയും കൊണ്ട് പോകും. പക്ഷേ എനിക്കിത് താങ്ങാൻ പോലും പറ്റില്ല. സ്വരമോളെയും കൊണ്ട് പോകുന്നത് എനിക്ക് താങ്ങാൻ പോലും പറ്റില്ല. അവളില്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല ഡാഡി എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, മോളെ ഞാൻ പ്രേമയോട് പല പ്രാവശ്യം പറഞ്ഞതാണ് ഇതൊന്നും വേണ്ട എന്ന്. ഇങ്ങനൊരു കള്ളം പറയുമ്പോൾ ലാസ്റ്റ് അൻ്റത് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അൻ്റതിൻ്റെ മുന്നിൽ ഉത്തരം കിട്ടാതെ നിന്നു പോകും എന്നൊക്കെ ഞാൻ പ്രേമയോട് പറഞ്ഞതാ. പക്ഷേ പ്രേമ അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല, ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായില്ല. അവളെല്ലാത്തിനും കാരണം. ഇപ്പോ എന്ത് ചെയ്യണം? ആ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ. ദേ ആൻഡു തന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോകുന്നു. നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. എന്റെ ജീവിതം കുളം തോണ്ടിയപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ ആൻഡുവിനോട് സംസാരിക്കാം. എന്തിനു സംസാരിക്കുന്നു? സംസാരിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ഡാഡി. അതൊന്നും കേൾക്കാനായിട്ട് ആൻഡു തയ്യാറാവില്ല. ദേ നമ്മളോട് 3 പേരോടും തീരാത്ത പകയാണ് ഇപ്പോൾ ആൻഡുവിനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും ആൻഡു കേൾക്കാനായിട്ട് തയ്യാറാവില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് മോളെ. എന്നാലും പ്രേമയെ പോലെ അല്ല ഞാൻ. അവൾക്ക് ആൻഡുവിന്റെ മുന്നിൽ പോയി നിൽക്കാനായിട്ട് വല്ലാത്ത ചമ്മലും ദേഷ്യമൊക്കെ ഉണ്ടാകും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. മോൾക്ക് വേണ്ടി ഞാൻ ആൻഡുവിനോട് സംസാരിക്കും. ആൻഡുവിനോട് സംസാരിച്ചിട്ട് അവനോട് കാര്യങ്ങളെല്ലാം പറയും. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അതെ, മോൾക്ക് മോളുടെ ജീവിതം നഷ്ടാവില്ല, അച്ഛനല്ലേ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ആശ്വാസപ്പെടുത്തുകയാണ്. പക്ഷെ അനന്യയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. സോരമോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അനന്യ അവിടെ കരയുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ്. അപ്പൊ സുമിത്രയാണെങ്കിൽ ദീപ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആലോചിക്കുകയാണ്. അന്ന് സുമിത്ര കോമ സ്റ്റേജിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നല്ലോ. അപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മക്കളെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവില്ല. ചേച്ചി സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ കുറച്ച് ദിവസമൊക്കെ കാണാൻ വന്നായിരുന്നു. അൻഡും പിന്നെ ശീതളും പ്രതീക്ഷയൊക്കെ കാണാൻ വന്നായിരുന്നു. പക്ഷേ പിന്നെ അവർ വരാതെയായി. പിന്നെ അവരെ എവിടെയാണ് താമസിക്കുന്നതെന്നും അറിയില്ല. അവരെ വിളിച്ചിട്ടും കിട്ടുന്നുമില്ല. അവർക്കൊന്നും ചേച്ചിയെ വേണ്ട ചേച്ചി എന്നും ഈ ദീപ് കള്ളത്തരം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സുമിത്രയോട് ആലോചിക്കുകയാണ്. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് സങ്കടം സഹിക്കുന്നതിലും അപ്പുറമാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചിത്രയുടെ കോള് വരികയാണ് സുമിത്രയ്ക്ക്. അപ്പോൾ കോൾ എടുത്തിട്ട് എന്താ ചിത്രേ എന്ന് ചോദിക്കുമ്പോൾ ചിത്ര ഇരുന്ന് ഭയങ്കര കരച്ചില്ലേ. എന്താ ചിത്രേ മോളെ, നീ കരയാണോ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപോട്ടൻ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല ചേച്ചി. ആ ഫ്രോഡ്, അയാൾ വെറും ഫ്രോഡാണ് ചേച്ചി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ചിത്രേ, ദീപുവിനെ കുറിച്ച് നീ അങ്ങനെയൊന്നും പറയല്ലേ.
പിന്നെ അത്തരത്തിലുള്ള ആളെയൊക്കെ ഞാൻ എന്താണ് ചേച്ചി വിളിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുമിത്രയുടെ മുഖഭാവമാകെ മാറുകയാണ്. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.